ആദ്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ അഭിജിത്ത് മാണി സാറിനെ വെൽക്കം ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ക്ഷമയോടെ എല്ലാവരും കേൾക്കുക. നിങ്ങൾക്ക് കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് അഭിസാറിൽ നിന്ന് കേൾക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതിന്റെ CEO അവരാണല്ലോ. അപ്പൊ അവരിത് പറയുമ്പോഴാണ് അതിന്റെ 100% ആകുന്നത്. ഓക്കെ. മാത്രമല്ല ഇതിൽ ഹിന്ദിയുള്ള ഹിന്ദിക്കാർ കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് രണ്ടുപേർക്ക് അവരോട് പറയട്ടെ. नमस्ते दोस्तों, देखो आपने जो अपर टोकन के लिए सबको सब लोग स्वागत कर रहा हूँ. बेसिकली अपना जो अभिजीत मानी सर कंपनी का CEO आपसे बात करेगा लोगों से, लेकिन इसका बाद इसको होने के बाद आपको डिटेल से मैं बोलता हूँ. ठीक है? ओके, वेलकम മാണി സാറെ, വെൽക്കം. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാ അപ്പെക്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും വിനീതമായ എൻ്റെ നമസ്കാരം. കഴിഞ്ഞ സൂം മീറ്റിൽ പല വിഷയങ്ങളും ഒരു ക്ലാരിറ്റി ലഭിക്കാതെ പോയ സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സൂം മീറ്റ് വീണ്ടും ഒരു ക്ലാരിറ്റി കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാനായും എല്ലാവർക്കും നൽകാനായും ഈ സൂം മീറ്റ് അത്യാവശ്യമായി വിളിച്ചു വരുത്തി. എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 25 മാസത്തിന് മുകളിലായി അപ്പെക്സ് കമ്മ്യൂണിറ്റി നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിലുണ്ട്. അപ്പെക്സിന്റെ വിഡ്രോവൽ ഇതുവരെയും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഫേസ് 1-ൽ ലഭിച്ചിരുന്ന വിഡ്രോവലാണ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരുന്നത്. എങ്കിൽ പോലും അതേസമയം കഴിഞ്ഞ 6 ആഴ്ചയ്ക്ക് മുമ്പായി ക്യാപിറ്റൽ ലഭിക്കാത്ത 100% പോലും ക്യാപിറ്റൽ ലഭിക്കാത്ത എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും ഫേസ് 2-ലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് വിഡ്രോവൽ എടുക്കാനുള്ള ഓപ്ഷൻസ് കമ്പനി ഓപ്പൺ ചെയ്യുകയുണ്ടായി. ഒരു ബഹുഭൂരിഭാഗം പേരും അത് ചെയ്യാൻ അവർക്ക് സാധിക്കുകയുണ്ടായി. ഫേസ് 2-ലേക്ക് കൺവേർട്ടായി, അല്ലെങ്കിൽ ഫേസ് 2-ലേക്ക് ഇവരുടെ മെയിൻ വാലറ്റിൽ നിന്നുള്ള ബാലൻസ് മാറ്റി കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് ROI ലഭിക്കാനുള്ള അവസരങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത നമുക്കുണ്ടായി. അതേപോലെ തന്നെ അതേ ഫേസ് 1-ൽ വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിറ്റിയിലേക്ക് ഈ വിവരം അറിയിക്കുകയുണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം, തേർഡ് പാർട്ടി മുഖേനയായിരുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം മുന്നോട്ട് വെച്ചിരുന്നത് തേർഡ് പാർട്ടികളുടെ സഹായങ്ങൾ വഴിയാണ്. ഈ തേർഡ് പാർട്ടി ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആകപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ ഈ മാസം 15-ാം തീയതിയോടുകൂടി ഡീഫ്രീസ് ചെയ്യപ്പെടും എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ ഒരു വിഡ്രോവലിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇതേ വിഡ്രോവലുകൾക്ക് അല്ലെങ്കിൽ ഇതേ ഡീഫ്രീസിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലും ചെക്ക് ചെയ്താലും അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡീഫ്രീസ് ചെയ്ത് കിട്ടിയില്ല, വീണ്ടും അക്കൗണ്ട് ഫ്രീസ് ആണ്, പല നിയമപരമായ തടസ്സങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ലൈവ് ആക്കാനുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഇതുവരെയും അപ്രൂവലുകൾ ഒന്നും തന്നെയും നമുക്ക് ലഭിക്കാൻ സാധിച്ചില്ല. അത് ലഭിക്കേണ്ടതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വീണ്ടും ഫേസ് 1-ലുള്ള വിഡ്രോവലുകളുടെ കാര്യങ്ങൾക്ക് ഒരു പരിധി നീട്ടേണ്ടി വന്നു. തീർച്ചയായിട്ടും കമ്പനിയുടെ ഭാഗത്തു നിന്ന് സജീവമായിട്ടും എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫേസ് 1-ൽ വിഡ്രോവലുകൾ ഉണ്ടാവുകയില്ലെന്നും, എന്നാലും നമ്മുടെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് 5% വെച്ച് ഇവരുടെ ക്യാപിറ്റൽ ഇവിടേക്ക് മാറ്റാനുള്ള, അതായത് വ്യക്തികളുടെ ക്യാപിറ്റൽ മാറ്റാനുള്ള, ഫേസ് 2-ലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു കൊടുത്തു. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടോക്കൺ USDT ട്രാൻസാക്ഷൻസ് USDT ത്രൂ ഉള്ള വിഡ്രോവലുകൾ ഇനി ഉണ്ടായിരിക്കുന്നതല്ല. നേരെ മറിച്ച് അപ്പെക്സ് ടോക്കൺ ത്രൂ ഉള്ള വിഡ്രോവലുകൾ ലഭിക്കുന്നതായിരിക്കും. അതേ അപ്പെക്സ് ടോക്കൺ ഫേസ് 2-ലേക്ക്, ഫേസ് 1-ൽ നിന്ന് ഫേസ് 2-ലേക്ക് മാറ്റുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോക്കണിന്റെ പ്രൈസ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എത്രയാണോ ഇവിടുത്തെ വാല്യൂ അതിന് തത്തുല്യമായ അപ്പെക്സ് ടോക്കൺ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. ഇത് നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഇതിന്റെ സ്റ്റേക്ക് ചെയ്ത ROI നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ROI നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ROI നിങ്ങൾക്ക് ഫേസ് 1-നെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ മുമ്പ് അവിടെ 1% വെച്ച് ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ ഇവിടെ 1.95% കഴിഞ്ഞ 6 മാസത്തോളമായി നമ്മൾ അപ്രോക്സിമേറ്റ്ലി കൊടുക്കാൻ സാധിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ അതേ തത്തുല്യമായ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ ഇനിയും പറ്റുന്ന രീതിയിലാണ്. ടോക്കണിന്റെ പ്രൈസ് ഇന്ന് കുറഞ്ഞുകൊണ്ട് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം,
ക്രമേണ ഉണ്ടായ ഒരു വിലകുറവാണ് അവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും ടോക്കണിന്റെ പ്രൈസ് ഇനി അങ്ങോട്ടേക്ക് കൂടാനുള്ള പുതിയ പ്രോജക്റ്റുകളും യൂട്ടിലിറ്റി പ്രോജക്റ്റുകളും അതുപോലെ തന്നെ പുതിയ കമ്മ്യൂണിറ്റിയും വരുന്നതായിരിക്കും. നാളെ മുതൽ പുതിയ ഒരു യൂട്ടിലിറ്റി പ്രോജക്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ലൈവ് ആയിരിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് സൈറ്റുകളിലൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇതുപോലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള മറ്റ് എക്സ്ചേഞ്ചുകൾ ബിറ്റ്മാർട്ട് ആയിക്കോട്ടെ, എൽ ബാങ്ക് ആയിക്കോട്ടെ, XT.com ആയിക്കോട്ടെ, ഇത്തരം ടയർ 2 റേഞ്ചിലുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മറ്റൊരു പ്രോജക്റ്റും തന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൽ നമ്മുടെ ലോഗോയും നമ്മുടെ തന്നെ ടോക്കൺ ലിസ്റ്റഡ് ആണ്. സമയബന്ധിതമായി ഇത് ബിനാൻസിൽ എത്തുക തന്നെ ചെയ്യും. അപ്പെക്സ് ടോക്കൺ എന്ന പ്ലാറ്റ്ഫോമിൽ ₹1 പോലും ഒരു കമ്മ്യൂണിറ്റി മെമ്പറിന് പോലും നഷ്ടപ്പെടുകയുണ്ടാവില്ല. അത് മാത്രമല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം അപ്പെക്സിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അത് കാലക്രമേണ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടുന്നതായിരിക്കും. ടോക്കണിന്റെ പ്രൈസിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വിറ്റ്നസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നും അപ്പെക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തിക്കും അവരുടെ ക്യാപിറ്റൽ ലഭിക്കാനുള്ള വഴികൾ നമ്മൾ ടോക്കൺ ത്രൂ മുന്നോട്ട് തുറന്നു തന്നിട്ടുണ്ട്. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ശതമാനം വ്യക്തികൾക്ക് നമ്മുടെ ടോക്കൺ എങ്ങനെ അല്ലെങ്കിൽ ഫേസ് 2 എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഫേസ് 2 എങ്ങനെ മാറ്റണം, ഫേസ് 2 എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്ന് ധാരണക്കുറവുണ്ട്. അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനുള്ള രീതികളിലും അതാത് ലീഡേഴ്സ് ആണെങ്കിലും അപ്ലൈനുകളാണെങ്കിലും അവർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ രീതിയിൽ അവർക്ക് കൃത്യമായ ക്ലാസ്സുകൾ കൊടുക്കാൻ ഇനി മുതൽ കൃത്യമായ രീതിയിൽ ട്രെയിനിങ് അടക്കം നൽകി ഫേസ് 2 നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നടക്കം കൃത്യമായ രീതിയിൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കൃത്യമായിട്ടുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്നുണ്ട്. അവരിലേക്കെല്ലാം കൃത്യമായ ഇൻഫർമേഷൻസ് നൽകി കൃത്യമായ രീതിയിൽ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നും എങ്ങനെ വിഡ്രോവൽ എടുക്കാൻ സാധിക്കുമെന്ന് കൃത്യമായി എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അതിനു വേണ്ട ആളുകളെ കമ്മ്യൂണിറ്റിയിലേക്ക് കമ്പനി തന്നെ നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയും നമ്പറുകൾ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒരാൾക്ക് പോലും ഒരു തടസ്സവും ഇല്ലാതെ കൃത്യമായ രീതിയിൽ എക്സ്ചേഞ്ചുകളിൽ ലൈവ് ആയിട്ടുള്ള ഈ എക്സ്ചേഞ്ചുകളിൽ കൊണ്ടുപോയി വിഡ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോക്കൺ എല്ലാ വ്യക്തികൾക്കും അതാത് ആവശ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾക്ക് എല്ലാവർക്കും ടോക്കൺ സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് USDT കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതേ അപ്പെക്സ് ടോക്കൺ അതാത് രാജ്യങ്ങളിലെ ഫിയറ്റ് കറൻസി, ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ ഇന്ത്യൻ റുപ്പിയിലേക്ക് അപ്പെക്സ് ടോക്കൺ സെല്ല് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് കമ്പനി എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പെക്സ് ടോക്കൺ സെല്ല് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇന്ത്യൻ റുപ്പി മാത്രമല്ല, അതാത് രാജ്യങ്ങളിലെ ഫിയറ്റ് കറൻസികളുമായിട്ട് അപ്പെക്സ് ടോക്കൺ മാറ്റുവാനുള്ള ഇന്ന് USDT കൊടുത്ത് ഇന്ത്യൻ റുപ്പി മേടിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ USDT കൊടുത്ത് മറ്റ് ഫിയറ്റ് കറൻസികൾ മേടിക്കുന്ന പോലെ തന്നെ അപ്പെക്സ് ടോക്കൺ മേടിക്കാനുള്ള ഓപ്ഷൻ കമ്പനി എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ നമുക്ക് മുന്നിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരല്പം സാവകാശം മാത്രമാണ്. അതോടൊപ്പം തന്നെ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നും എങ്ങനെയൊക്കെ ഫേസ് 2 നിന്ന് നിങ്ങൾക്ക് ഏർണിങ്സ് എടുക്കാമെന്നും കൃത്യമായ രീതിയിലുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അതിനു വേണ്ട സഹായങ്ങൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് പൂർവാധികം ശക്തമായി തന്നെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. കമ്പനി തന്നെ നേരിട്ട് ഈ കൃത്യമായ ക്ലാസ്സുകൾ നൽകുന്നതിനായി നിങ്ങൾക്ക് വേണ്ട ആളുകളെ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുവരെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അപ്പെക്സിന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഇപ്പൊ സാറ് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഫേസ് 2 ചെയ്യാനേ നമ്മളെ ഈ കമ്പനിയിൽ ഈ അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഈ ടോക്കന് ഇപ്പൊ നമുക്കറിയാം 10 സെന്റിൽ വന്നിട്ട് ഏകദേശം $1 വന്നിട്ട് തിരിച്ചിറങ്ങി വന്നതാ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ ചെയ്യുന്നതാണോ എന്നൊക്കെ ചില ആൾക്കാർക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അയച്ചാൽ മതി. ഇന്ന് ബിഗ്മാർട്ടില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഏകദേശം കുറച്ച് 2-3 മാസം മുന്നേ നമ്മളെ ട്രംപിന്റെ ടോക്കൺ വന്നിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, $6 $7 വന്ന ടോക്കന്, അല്ലെങ്കിൽ $8 വന്ന ടോക്കന് ഒറ്റയടിക്ക് $72 വരെ പോയി. അപ്പൊ നമ്മളെല്ലാവരും വാങ്ങി വെച്ച ആൾക്കാരുണ്ട്. കാരണം ട്രംപിന്റെ ടോക്കൺ വലിയ ലെവലിലേക്ക് എത്തുന്ന നമ്മളെല്ലാവരും വിചാരിച്ച്. അപ്പൊ നമ്മൾ 60, 65, 70 വാങ്ങിയ $70 വാങ്ങിയ ആളുകളുണ്ട്. ഇന്ന് അത് 10 കിടക്കുന്നത്.
അപ്പൊ 100%, അതായത് $70 വാങ്ങിയാക്കുന്ന $10 അതിന്റെ വില. എത്രയോ ഇരട്ടി താന്നു പോയിട്ടുണ്ട്. അത് ഇന്ന് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ടോക്കൻ ഈ റേറ്റ് ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് മാർക്കറ്റെ നിയന്ത്രിക്കുന്നത്, ഒരാളല്ല. ഒരാൾ വിചാരിച്ചാൽ ഈ ടോക്കൻ എത്ര വില കയറ്റാൻ പറ്റില്ല. പബ്ലിക് തന്നെ വിചാരിക്കണം. ബയേഴ്സ് എത്ര കൂടുന്നുണ്ടോ അതനുസരിച്ച് ടോക്കൻ റേറ്റ് കൂടണം, എത്ര സെയിൽസ് കൂടുന്നുണ്ടോ അതനുസരിച്ച് റേറ്റ് കുറയുന്നുണ്ടാവും. ഇതാണ് സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പെക്സ് ടോക്കൻ എന്ന് പറഞ്ഞ ടോക്കൻ ഇടിയുന്നുണ്ടെങ്കിൽ അത് ബയേഴ്സ് കൂടുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അത് മേലോട്ട് തന്നെ പോകും. സെല്ലേഴ്സ് കൂടുന്ന സമയത്ത് അത് താഴോട്ടും പോകും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് ഈ ബിഗ് മാർക്കറ്റിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഈ എന്തിനാണ് ഈ ട്രംപിന്റെ ടോക്കൺ പറഞ്ഞാൽ, ഇന്ന് ട്രംപിന്റെ മേലെ വേൾഡ് വൈഡ് ആരുമില്ലല്ലോ. ഇന്ന് ടോപ്പ് കിടക്കുന്ന ട്രംപ് തന്നെയല്ലേ. അപ്പൊ ട്രംപിന്റെ ടോക്കൺ പറയാൻ കാരണം അത് തന്നെ എത്ര ശതമാനം ഇടിഞ്ഞേക്കുന്നത്, 90% ഇടിഞ്ഞൊരു ടോക്കനാണ് ഇന്ന് ട്രംപിന്റെ ടോക്കന്. അപ്പൊ ആ കോയിന്, അപ്പൊ ആ കോയിൻ ഇത്ര ഇടിഞ്ഞിരിക്കുന്നെങ്കിൽ അപ്പൊ സാധാരണക്കാരനായ സാധാരണ നമ്മൾ അത് അവരുടെ കപ്പാസിറ്റി നമുക്കില്ലല്ലോ. നമുക്ക് അതിന്റെ 100-1 പോലും ഇല്ലാത്ത കമ്പനിയാണ്. എന്നിട്ട് പോലും നമ്മൾ എന്തുണ്ട്, നമ്മൾ മാർക്കറ്റിലുണ്ട്, നമ്മുടെ ടോക്കൺ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇന്ന് ലൈവായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു വരുന്നത് അപ്പെക്സ് ടോക്കൺ ഫേസ് 2 ആർക്ക് ജോയിൻ ചെയ്യണമെങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ വീട് പണയം വെച്ചിട്ടോ ലോൺ എടുത്തിട്ടോ അല്ലാതെ വലിയൊരു ബാധ്യത എടുത്തിട്ടോ ഇതിൽ ആരും കയറണ്ട. ഇതിൽ 1000-2000 രൂപ മതി. ബേസിക് പാക്കേജിന് ഇന്നത്തെ വില 300 രൂപയാണ്. ഞാൻ ആദ്യം ഇതിന് മുന്നിൽ വീഡിയോ ഇട്ട് പറഞ്ഞു 1200 രൂപ ഉണ്ടെങ്കിൽ 1200 രൂപ ഉണ്ടെങ്കിൽ 600 ടോക്കൺ നിങ്ങൾക്ക് എന്ത് ഇതിൽ ബാൻ ചെയ്യാൻ പറ്റും. 600 ടോക്കൺ 1200 രൂപ കൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കൊന്നും പണയം വിൽക്കൊന്നും വേണ്ട. ഈ ടോക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ജനറേറ്റ് ചെയ്ത് ഡെയിലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടാവും. ആ പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ അത് വിറ്റിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്രിൻസിപ്പൽ അവർക്ക് എടുക്കാനും പറ്റും. ഇനി 6 മാസത്തിന്റെ ലോക്കൽ ടൈം കഴിഞ്ഞാലോ അൺലിമിറ്റ് വരുമാനം, ലൈഫ് ടൈം ഇതിൽ വരുമാനം കൊടുക്കുന്നതാണ് അപ്പെക്സ് ടോക്കന്. അല്ലാതെ നിങ്ങൾക്ക് 1 ഇരട്ടിയോ 2 ഇരട്ടിയോ 3 ഇരട്ടിയില്ല. ഈ ടോക്കനാണ് നമുക്ക് തരുന്നത്. ഇനി ടോക്കന്റെ പ്രത്യേകത എന്തൊക്കെയാ, നിങ്ങൾ എത്ര ടോക്കൺ ആണോ വെക്കുന്നത് അതിന്റെ 42% ബാനിങ് ആണ്. ബാൻ ചെയ്യാന്ന് പറയുമ്പോൾ ആ ബാനിങ്ങിന്റെ 10% ടോക്കൺ മാത്രമാണ് നമുക്ക് റഫറലായിട്ട് കിട്ടുന്നതും ബൈനറിയിലും 10% ടോക്കനാണ് കിട്ടുന്നത്. ബാക്കി വരുന്ന ടോക്കനാണ് അതാത് ദിവസങ്ങൾ ബാൻ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിന്റെ പ്രോഫിറ്റ് ഷെയർ ഡെയിലി ടോക്കൺ ആയാണ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് 2 ഓപ്ഷനാണ് അപ്പെക്സ് ടോക്കൺ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് അപ്പെക്സ് ടോക്കൺ എക്സ്ചേഞ്ച് പോയി വാങ്ങി വെക്കാം. ഓക്കെ, ഈ എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങി വെക്കാം, ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് വെക്കാം, വില കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാം, ആരോടൊന്നും ചോദിക്കണ്ട. എന്നാൽ ഇതും രണ്ടാമത് നിങ്ങളോട് ഞാൻ പറയാം, രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, വീണ്ടും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പോയിട്ട് 100, 200, 500, 1000 ടോക്കൺ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ബാൻ ചെയ്യാം. എവിടെ പോയിട്ട്, ട്രസ്റ്റ് വാലറ്റിൽ അപ്പെക്സിന്റെ ട്രസ്റ്റ് വാലറ്റ് പോയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയിട്ട് നമുക്ക് ബാൻ ചെയ്യാം. ബാൻ ചെയ്യുമ്പോൾ എന്താ ലാഭമുള്ളത്, നമുക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടും, അത് ലൈഫ് ടൈം കിട്ടുന്ന പ്ലാനും കൂടിയാണ്. ഈ 2 കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത് അറിയോ, നിങ്ങൾക്ക് അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ കമ്പനിക്ക് ടോക്കൺ കിട്ടാൻ വേണ്ടി അക്കൗണ്ട് ഇല്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ USDT എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് കൊടുത്ത് ബേജാറാണ്, ഇനി ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇടാനുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ബിഗ് ബാട്ടെന്നോ എൽ ബാങ്കെന്നോ പിന്നെ ST.com വാങ്ങിയെടുക്കാം. ഈ 3 എക്സ്ചേഞ്ച് ഇപ്പൊ നമ്മളെ മുന്നിൽ സുലഭമായി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഡോളർ വെച്ചിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇന്നത്തെ മാർക്കറ്റിൽ 300 മുതൽ 1200 രൂപ വരെ ഉണ്ടെങ്കിൽ 120 ടോക്കൺ മുതൽ 600 ടോക്കൺ വരെ വാങ്ങി ബാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ടെൻഷനും അടിച്ചു കാണ്ടതാക്കണ്ട. നിങ്ങൾക്ക് ഒരു 6 മാസം നിങ്ങൾ ഈ 1200 രൂപ വെച്ച് കാണ്ട് വെച്ച് നോക്കുക, നിങ്ങൾക്ക് ഇതിൽ എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ട്, എത്ര ശതമാനം ഏൺ ചെയ്യുന്നുണ്ട്. കാരണം 6 മാസം ലോക്ക് പോകും. അപ്പൊ നിങ്ങൾ 58% ടോക്കൺ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മുന്നോട്ട് പോകില്ലെന്ന്. അല്ലാതെ നിങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞിട്ട് നാളെ പോയിട്ട് 5-10 ലക്ഷത്താണ് ഇതിൽ കൊണ്ടുവരണ്ട. കാരണം ഈ കമ്പനിക്ക് വേണ്ട കമ്മോഡിറ്റിയാണ് ബിൽഡ് ചെയ്യേണ്ടത്, ആളുകളാണ് വേണ്ടത്. എത്ര കണ്ട് അപ്പെക്സ് ടോക്കൺ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ, ബാൻ ചെയ്യാൻ പറ്റുമോ, അതിന് എത്ര നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, അതിനനുസരിച്ച് ട്രേഡ് ഇൻസ്റ്റന്റ് റേറ്റ് കൂടുന്നത്. എത്ര കണ്ട് പബ്ലിക് ഇതിൽ കയറുന്നുണ്ടോ അത്ര കണ്ട് റേറ്റ് മേലോട്ട് പോകുന്നുണ്ടാവും. എത്ര കണ്ട് ആളുകൾ സെല്ല് ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് റേറ്റ് ഇടിയുന്നുണ്ടാവും. ഇത് സ്വാഭാവികമാണ് ഏത് മാർക്കറ്റും. ഇപ്പൊ നമുക്കറിയാം, യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്താണല്ലോ നമ്മളെ ഗോൾഡിന് വില അടിച്ചു കയറുന്നത്. എവിടെ യുദ്ധം വരുന്നുണ്ടോ അവിടെ ഗോൾഡിന് അടിച്ചു കയറും. എവിടെ സമാധാനമായി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പൊ മാർക്കറ്റിന്റെ ആളുകൾ പല പല ബിസിനസ്സിലേക്ക് മാറും, ഗോൾഡ് സെല്ല് ചെയ്യാൻ തുടങ്ങും, അപ്പൊ മാർക്കറ്റ് ഇടിയുന്നുണ്ടാവും. ഇത് 2 ഓപ്ഷൻ തന്നെയാണ്. എത്ര കണ്ട് സെല്ല്
ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇടിയും, എത്ര സെന്റ് ബൈ ചെയ്യുന്ന മാർക്കറ്റ് കൂടും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 23 ഞാൻ കയറിയിട്ട് 22 മാസമായി, ഈ കമ്പനിക്ക് 25 മാസമായിട്ടും എന്റെ മേലെ 300ഓളം ലീഡേഴ്സ് ഇതിലുണ്ട്. ഓക്കെ, എന്റെ മാതിരി 57 ലീഡേഴ്സ് ഇതിലുണ്ട്. ഞാൻ 300ഓളം ആളുകൾ വന്നിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ കണ്ടത് എന്താണ്, ഞാനിത് യൂട്യൂബിലാണ് പ്രൊമോഷൻ ചെയ്തത്. എന്നിട്ട് പറഞ്ഞതാ, നിങ്ങൾ $50 എടുത്ത് ബിസിനസ് ചെയ്യാനാ പറഞ്ഞത്. ബേസിക് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ തരാം, 300 രൂപ മുതൽ 1200 രൂപ വരെ മതി ഇതിലൊരു സാധാരണ ആൾക്കാർക്ക് വരാന്. നിങ്ങൾക്ക് ഇതിന് കറക്റ്റ് പേയ്മെന്റ് വെച്ച് നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം ബിസിനസ് പറയല്ലേ. ഇത് നിങ്ങൾക്ക് റെഫറലും ബൈനറിയും കിട്ടാനാണ്. അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ 300 എടുത്തുക്കണമെങ്കിൽ ആ 300 തന്നെ പറഞ്ഞാൽ മതി. അങ്ങനത്തെ 300 പേർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ടോക്കൺ വിറ്റ് ലാഭം കിട്ടണമെങ്കിൽ 6 മാസം അയാളെ ബാനിങ്ങും അയാളെ ലോക്കും തുടങ്ങിയ സമയത്ത് അയാൾക്ക് ബോധ്യപ്പെടും ഇത് വേണോ ഇത് വേണ്ടേ. ഒന്നാമത്തെ ഓപ്ഷൻ, ബാൻ ചെയ്യണോ ചെയ്യണ്ടേ. ഇല്ലെങ്കിലോ നിങ്ങൾ വാങ്ങി നേരെ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് വെച്ചോളൂ, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാം, ഒരു ടെൻഷനും ഇല്ല. ഇത് അപ്പെക്സ് ടോക്കൺ നമ്മൾ വാങ്ങി വെച്ചാലും എക്സ്ചേഞ്ചിൽ പോയി വാങ്ങി വെച്ചാലും അത് ബിസിനസ്സാണ് കമ്പനിക്ക്. അത് ബൈ അനുസരിച്ച് ഇതിന്റെ റേറ്റിൽ വ്യത്യാസം വരും. എത്ര കണ്ട് കയറുന്നുണ്ട് അതനുസരിച്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്താക്ക് ലാഭം ഉണ്ടാവും. പക്ഷെ പ്രോഫിറ്റ് ഷെയറും ബൈനറിയോ റെഫറലോ അല്ലെങ്കിൽ അവാർഡ്സോ ഇതൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ ആർക്ക് അപ്പർ സ്റ്റോക്കും വേണമെങ്കിലും എക്സ്ചേഞ്ചിൽ പോയി വാങ്ങി എന്ത് ചെയ്യണം, സ്റ്റേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ വാങ്ങി ട്രസ്റ്റ് വാലറ്റ് വെക്കണം. അപ്പൊ നമ്മളെല്ലാവരും പല കമ്പനി ടോക്കൺ വാങ്ങിക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയാം ഷിബായിനു പറഞ്ഞ കോയിന് 0001 പേയ്മെന്റ് ആണ് ഈ പൈസ ഉള്ളത്. ഈ ടോക്കന് ആളുകൾ പല ആൾക്കാർ പറയും ഈ ടോക്കന് വലിയ വില കുറഞ്ഞല്ലോ, 2 രൂപയുള്ളൂ, 1.5 രൂപയുള്ളൂ എന്ന്. എന്റെ സുഹൃത്തെ, നിങ്ങൾ $10 കൊടുത്താൽ $10 തത്തുല്യമായ അപ്പർ സ്റ്റോക്ക് നമുക്ക് കിട്ടും. നമുക്കറിയാം ഇതിന് $1 വന്ന് $10 10 അപ്പർ സ്റ്റോക്കും കിട്ടിയ കാലമുണ്ട്, $10 20 അപ്പർ സ്റ്റോക്കും കിട്ടിയ കാലമുണ്ട്, 10 അപ്പർ സ്റ്റോക്കിന് 120 അപ്പർ സ്റ്റോക്കും കിട്ടിയ കാലമുണ്ട്. അപ്പം ഇപ്പൊ നമുക്ക് കിട്ടുന്നത് കൂടുതലാണ്. കാരണം എന്താ, വില കുറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മൂല്യത്തിന് ഒരു കുറവും വരുന്നില്ല. നമ്മൾ വാങ്ങി വെക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടുന്നത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരൊറ്റ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മളെ മുന്നിൽ ഒരു കമ്പനി വന്നിട്ട് ഇപ്പൊ ഈ പറയുന്ന കുറേ ആളുകൾ പല ഗ്രൂപ്പുകളിലും പല സംഭവങ്ങളിലും പറഞ്ഞ് കത്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, ഏതെങ്കിലും ഒരു ടോക്കന് 3 ടയർ 2 എക്സ്ചേഞ്ചിൽ വന്നിട്ട് ബൈനറി പ്ലാനിലൂടെ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലൂടെ വന്ന ഒരു ടോക്കനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരാൾക്കും കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ഒരു ടോക്കൻ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പ്ലാനിൽ വന്നിട്ടില്ല. എല്ലാം പറയുന്നതാ ലിസ്റ്റ് ആകും, വരും, പോകും. ലിസ്റ്റ് ആവില്ല. വന്നാൽ തന്നെ ഏതെങ്കിലും എക്സ്ചേഞ്ച് വന്ന് ദേ കിടക്കണമെങ്കിൽ താഴേക്ക് മൊത്തടിച്ച് 0001 പൈസ കിടക്കുന്നുണ്ടാവും. എന്നാൽ അപ്പർ സ്റ്റോക്കൻ 3 ടയർ 2 എക്സ്ചേഞ്ചാണ്. നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് മാർട്ട് ഇവിടുന്ന് വലിച്ചു കയറിയിട്ട് ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നല്ല ബിഗ് മാർട്ട് അമേരിക്കന്റെ ടോപ്പ് എക്സ്ചേഞ്ച്. അമേരിക്കയിൽ ബിനാൻസ് പറഞ്ഞ എക്സ്ചേഞ്ച് ഇല്ല. കാരണം എന്താ, അത് ചൈനയുടെ, അതൊരു വെക്കൂല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. രണ്ടാമത് ST.com റഷ്യൻ എക്സ്ചേഞ്ചാ. എൽ ബാങ്ക് മിഡിൽ ഈസ്റ്റിലെ ടോപ്പ് എക്സ്ചേഞ്ചാ. ഇതൊക്കെ അറിയുന്നവർക്ക് ഗൂഗിളിൽ അടിച്ചാൽ മനസ്സിലാവും എവിടെയുള്ളത്. ഇതിലൊക്കെ വന്ന് ലിസ്റ്റ് ആയതാ. ഇനി എല്ലാവരും പറയും ട്രസ്റ്റ് വാലറ്റിലെ ഏതെങ്കിലും ഒരു ടോക്കൻ ലിസ്റ്റ് ആയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത ടോക്കനെ ഞാൻ പറയുന്നത് കേട്ടോ. അത് ലിസ്റ്റ് ആയത് മാത്രം പോരാ, അതിന്റെ ലോഗം വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തിനാണ്? അത് ജെന്യൂൻ ആയതുകൊണ്ടാ. അതിന് സ്കാമർ അല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ട്രസ്റ്റ് വാലറ്റ് അഭിജിത്ത് മാണിനെ സാറിന്റെ അയാളാണ് ഇതിന്റെ CEO എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് ട്രസ്റ്റ് വാലറ്റിൽ 1 വർഷം ഓഡിറ്റിംഗ് ചെയ്ത് 90 ദിവസം വെരിഫൈ ചെയ്തതിന് ശേഷം അതാണ് ട്രസ്റ്റ് വാലറ്റ് സാധനം കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും എവരിനും വേണ്ടി വിമർശിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങളൊരു ടോക്കൺ വാങ്ങിയിട്ട് നിങ്ങളെ വാലറ്റിൽ നിങ്ങൾക്ക് എടുക്കുമ്പോഴും നിങ്ങളെ പ്രൈസും എൻ്റെ വാലറ്റിൽ കിടക്കുന്ന പ്രൈസും സെയിമാ. അല്ലാതെ ഞാൻ ക്രിയേറ്റ് ചെയ്തല്ല, എക്സ്ചേഞ്ചുകൾ കാണുന്ന സെയിമാ. കാരണം എന്താ, അതിന്റെ വാല്യൂ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സെയിം ആവുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.